ശ്രീകുമാർ അവകാശപ്പെട്ടത് ശരത്തെ അദ്ദേഹം UDF രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ഒരാൾ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ അതുകൊണ്ട് ഫിറോസിന്റെ ഈ പ്രസ്താവന ഒന്നോടുകൂടി വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാണ്. ഞാൻ ശ്രീകുമാറിനെ പോലെ ഒരാളോട് അഭിവന്ദനായ ഒരാളാണ് അദ്ദേഹം ചോദിക്കുന്നത്, താങ്കൾ UDF രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ഒരാളാവുമ്പോൾ ആ UDF രാഷ്ട്രീയം ജീർണതയിലേക്ക് പോകുമ്പോൾ അതിനെ തടയിടാൻ കഴിയണ്ടേ? അത് തുറന്നു പറയാനും അതിനെ വിമർശിച്ച് നേരെ നടത്തിക്കാനും കഴിയണ്ടേ? താങ്കൾ CPIM-നെ വിമർശിച്ചു, വലിയ പ്രശ്നമാണ് എന്ന്. നിങ്ങൾ നോക്കൂ, CPIM എത്ര കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഉൾപ്പെട്ടു പോയാൽ അപ്പം തന്നെ ഞങ്ങൾ നടപടിയെടുത്തില്ല. അതിലൊന്നും കാലതാമസമില്ലല്ലോ. മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങളിൽ, മറ്റ് കേസുകളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണമോ ന്യായീകരണമോ ഞങ്ങൾ നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു. CPIM-ന്റെ ആ മെക്കാനിസത്തെ ശ്രീകുമാറിന് അറിയാത്തതുമല്ല. ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയ, പാർട്ടി സ്വയം അതിൻ്റെ കേഡർമാർക്ക് വെക്കുന്ന മാനദണ്ഡങ്ങൾ, അവരുടെ ജീവിതത്തിൽ സ്വഭാവത്തിലൊക്കെ ആ കാര്യങ്ങൾ കാണുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രശ്നം എന്താ, ശൈല ടീച്ചർ അല്ലെങ്കിൽ ഈ കേസിലെ പെട്ട ആളുകൾക്ക് സിന്ദാബാദ് വിളിക്കുന്നു. ഏതാ കേസ്? നമ്മുടെ നാട്ടിൽ രാജ്യത്തുടനീളം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ് RSS. ആ RSSന്റെ ഭാഗമായി നിന്ന് CPIM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അന്നത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അദ്ദേഹം രാവിലെ പണിക്ക് പോകുന്ന ഒരാളാണ്. പുലർച്ചെ തൻ്റെ തൊഴിലായിട്ടുള്ള നിർമ്മാണ തൊഴിലിന് പോകുമ്പോൾ ആ പുലർകാലത്ത് വെട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായ സംഘർഷം, അതിൽ മറ്റൊരു RSSകാരന് പരിക്കേറ്റു. ആ കേസിൽ കുറച്ച് CPM-കാർ ശിക്ഷിക്കപ്പെട്ടു, അവർ ജയിലിൽ പോകുന്നു. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് പോകുന്ന ആളുകളോട് മറ്റ് സഖാക്കൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അതിലെന്താണ് ഒരു വല്ലാത്ത അപാകത, സമൂഹത്തെ ആകെ ബാധിക്കുന്ന വല്ലാത്തൊരു പ്രശ്നമുള്ളത്? അതവിടെ ആ നിലയിലല്ലേ കാണേണ്ടതുള്ളൂ. പക്ഷേ ഇവിടെ ഈ സാമ്പത്തിക തട്ടിപ്പുകളും ലഹരി ഇടപാടുകളും അഴിമതികളും UDF-ന്റെ അറിയപ്പെടുന്ന നേതാക്കൾ, അത് സമൂഹത്തിനാകെ നൽകുന്ന സന്ദേശം എന്താണ്? അത് ആ പാർട്ടിയിലുള്ളവർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അത് കാണേണ്ടതില്ലേ? എന്താ കോൺഗ്രസും മുസ്ലിം ലീഗും? ഇപ്പോ മുസ്ലിം ലീഗ് പേരിൽ തന്നെ ഒരു മതചിഹ്നമുള്ള പാർട്ടിയാണല്ലോ ശ്രീകുമാറെ. താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഇസ്ലാം മതത്തെക്കുറിച്ചൊക്കെ കുറച്ചതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കി വെച്ച ഒരാളുമായിരിക്കുമല്ലോ. ഈ ഇത്തരം ലഹരി ഉപയോഗങ്ങളോട് ഹറാം, അത് നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞങ്ങളൊക്കെ മദ്രസയിൽ ഇപ്പോൾ മുസ്തഫ എന്ന പേരുള്ളത് കൊണ്ട് അങ്ങനെ ഒരു മുസ്ലിം രക്ഷിതാക്കളുടെ മകനായി ജനിച്ചതുകൊണ്ട് മദ്രസയിൽ പോയി പഠിക്കാൻ ഇടവന്നിട്ടുണ്ട്. ആ മതപാഠങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതിലൊക്കെ ചെറിയ കാലം തൊട്ട് ഒരു 5 വയസ്സ് തൊട്ട് ഞങ്ങൾ കേൾക്കുന്നത് എന്താ? നിഷിദ്ധമാക്കപ്പെട്ട, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അത് ചെയ്താലുള്ള പരലോകത്തെ നരകത്തിന്റെ ശിക്ഷയെ കുറിച്ചിട്ടാണ്. അങ്ങനെ കേട്ടുപഠിച്ച് എന്നിട്ട് ആ മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും ലഹരി കച്ചവടവും നടത്തുമ്പോൾ അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെയേ അല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അവർ ലീഗിന്റെ ആളുകൾ വിശേഷിപ്പിക്കുന്നത്, ഈ PK ഫിറോസൊക്കെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്നത് ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ എന്നാണ്. ഞങ്ങളങ്ങ് വിട്, ഭൗതികവാദികളല്ലേ. പക്ഷെ നിങ്ങൾ അതല്ലല്ലോ. ഈ ഇഹലോകത്തെ കാര്യം മാത്രമല്ല, പരലോകം കൂടി പറഞ്ഞിട്ട് ഈ വേദവും ഖുറാനും നബിതിരുമേനിയുടെ സൂക്തങ്ങളും എല്ലാം പറഞ്ഞ് ആളുകളെ പഠിപ്പിക്കുന്ന മതം, ആ ദീനും ലീഗും എല്ലാം ഒന്നാണെന്ന് കരുതുന്ന ആളുകൾ, അങ്ങനെ പഠിപ്പിച്ച് ഒരു ജനക്കൂട്ടത്തെ വോട്ടിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർക്ക് പറഞ്ഞ പണിയാണോ ഇത്? അങ്ങനെ വിമർശിക്കാൻ UDF-നെ പിന്തുണക്കുന്ന രാഷ്ട്രീയത്തിന്റെ ആൾക്ക് ബാധ്യതയില്ലേ? ഇത് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ല എന്ന് പറയാൻ. അവിടെയാണ് KT ജലീലിന്റെ ചോദ്യം വരുന്നത്. PK ഫിറോസിന്റെ സഹോദരൻ ഒരൊറ്റ ദിവസം യാദൃശ്ചികമായി പോലീസിനെ ആക്രമിച്ചൊരു കേസിൽ പ്രതിയാകുന്നതാണോ? എങ്ങനെയാ പോലീസ് അദ്ദേഹത്തെ തേടി പോകുന്നത്? അദ്ദേഹത്തെ തേടിയിട്ടാണ് പോലീസ് പോകുന്നത്, കുന്നമംഗലം പോലീസ്. എന്തിനാ ശ്രീകുമാറെ പോകുന്നത്? അതിന് തലേ ദിവസം റിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിടികൂടുകയാണ്. അയാളുടെ ഫോണിൽ നിന്ന് ഈ PK ബുജൈർ എന്ന് പറയുന്ന
പി കെ ഫിറോസിന്റെ യൂത്ത് ലീഗ് നേതാവിന്റെ സഹോദരനുമായി നടത്തിയിട്ടുള്ള ചാറ്റിങ്ങിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നു. അതെന്താ? റിയാസിനോടും ബുജൈറും തമ്മിൽ ഈ ലഹരി ഇടപാടിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിയാസിന്റെ ഫോൺ പിടിച്ചെടുത്തതിന് ശേഷം പോലീസ് ബുജൈറിനോട്, പി കെ ഫിറോസിന്റെ സഹോദരനോട് റിയാസ് ആണെന്നുള്ള മട്ടിൽ ചാറ്റിംഗ് തുടരുന്നു. അപ്പോഴാണ് ഞാനിതാ ഇന്ന് ബസ് സ്റ്റോപ്പിലുണ്ട്, എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട്, സാമഗ്രികളുണ്ട് എന്ന് പറയുന്നത്. ആ നിലയിലാണ് പോലീസ് കറക്റ്റായിട്ട് പോയിട്ട് അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെ മയക്കുമരുന്ന് കിട്ടിയില്ല, പക്ഷേ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് വേണ്ട സാമഗ്രികളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഈ റിയാസുമായിട്ട്, മയക്കുമരുന്നിൻ്റെ പേരിലുള്ള റിയാസുമായിട്ട് നടത്തിയ ഇടപാടിൻ്റെ ചാറ്റിങ്ങിൻ്റെ വിവരങ്ങളുള്ള ആ മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഓണാക്കി കൊടുക്കാത്തത്. 123 കിലോ കഞ്ചാവുമായിട്ട് ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് ലഹരി ഇടപാടിന് ഇറങ്ങുന്നതായിരിക്കില്ലല്ലോ. എങ്ങനെയാണ് ഒരു ലീഗ് നേതാവിന് അത് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? നേരത്തെ പറഞ്ഞ താങ്കൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ കൈകാര്യം ചർച്ച ചെയ്തിട്ടുള്ള ഈ കേസ്, നിക്ഷേപ തട്ടിപ്പ് കേസുകൾ, അത് ജ്വല്ലറിയുടെ പേരിൽ, അതുപോലെ ഇപ്പം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ കണ്ട് എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയുന്ന ഒരാൾക്ക്, ആ മുസ്ലിമിന്റെ ദീനിന്റെ പേര് പറഞ്ഞിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത്? എത്ര നികൃഷ്ടമായിട്ടാണ് ദീനിനെയും ലീഗിനെയും അവർ കൂട്ടിവയ്പ്പിക്കുന്നതെന്ന് ശ്രീകുമാര താങ്കളും കേട്ടിട്ടില്ലേ? കോഴിക്കോട് ഒരു വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് മുസ്ലിം ലീഗിന്റെ വലിയ പൊതുയോഗം കടപ്പുറത്ത് നടന്നു. ആ പൊതുയോഗത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുൾ റഹ്മാൻ കല്ലായിയും KM ഷാജിയും നടത്തിയ പ്രസംഗം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ പിണറായി വിജയന്റെ മകളുടെ ഭർത്താവുമായ റിയാസിനെ കുറിച്ചിട്ട് എന്താ അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞത്? അവൻ കാഫിറായി, മതത്തിൽ നിന്ന് പുറത്തായി, അന്യമതക്കാരിയെ കല്യാണം കഴിച്ചു റിയാസ്. ലീഗിന്റെ പൊതുയോഗത്തിലാണ് മതം പറയുന്നത്, രാഷ്ട്രീയമല്ല പറഞ്ഞത്. റിയാസിന്റെ വിവാഹബന്ധത്തെ വെച്ചിട്ട് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് മതം കൊണ്ടുവന്ന്, ദീനിനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു പാർട്ടിയുടെ നേതാക്കൾ ഇമാതിരി തട്ടിപ്പും വെട്ടിപ്പും ലഹരി കച്ചവടവും എല്ലാം നടത്തിയിട്ട് താങ്കൾക്ക് അതിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ല? UDF പിന്തുണക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ താങ്കൾ അതിലൊരു കുഴപ്പവും കാണുന്നില്ല? അത് വലിയ നിലയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒന്നല്ലേ? അത് വലിയ നിലയിൽ ഖേദമുണ്ടാക്കുന്ന ഒന്നല്ലേ? ഇനി കോൺഗ്രസ് ഗാന്ധിയൻ ധാർമ്മികതയുടെ ആളുകളല്ലേ? വയനാട്ടിലെ DCC വൈസ് പ്രസിഡന്റിന്റെ ആത്മഹത്യക്ക് ഇപ്പോഴും പരിഹാരം ഉണ്ടാക്കിയോ? അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോഴും തെരുവിൽ അലയുകയല്ലേ? ഈ പറഞ്ഞ ആനാട് ശശിയുടെ മരണം 45 വർഷമായി മനോരമയുടെ ലേഖേന കോൺഗ്രസിന്റെ നേതാവ്, അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നയാളല്ലേ? 1.5 കോടി ഉറുപ്പികയല്ലേ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്? എന്തൊരു ഭീകരമായ അവസ്ഥയാണ്! അവിടെ തന്നെയല്ലേ ഭൂമി തട്ടിപ്പ്, വേറൊരാളുടെ ഭൂമി വ്യാജ രേഖയുണ്ടാക്കി വിറ്റിരിക്കുന്നു, അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഏതെല്ലാം തരത്തിൽ ഇതൊന്നും ഇങ്ങനെ ഗാന്ധിയൻ ധാർമ്മികതയും ഇസ്ലാം ദീനിന്റെ കാര്യങ്ങളും പറയുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും രാഷ്ട്രീയമായിട്ട് ഈ അധപ്പതനത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ യാതൊരു കുഴപ്പവും ശ്രീകുമാർ കാണുന്നില്ലെങ്കിൽ പിന്നെ ഏത് UDF രാഷ്ട്രീയത്തെയാ താങ്കൾ പിന്തുണക്കുന്നത്? ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന UDF രാഷ്ട്രീയത്തെയാ? അത് പറയാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട്. അതിനു പകരം ശരത്ത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അതിനു പകരം ശ്രീകുമാർ ശ്രമിക്കുന്നത് എന്താ? എല്ലാ പാർട്ടിയും കണക്കന്നെ, എല്ലാ പാർട്ടിയും ഒരുപോലെ എന്ന യുക്തി ഉണ്ടാക്കി ഇടതുപക്ഷവും വലിയ ഗുണമൊന്നുമില്ല, CPM ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ചില സംഗതികൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ശ്രീകുമാറിന് തന്നെ അത് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ലോജിക് ഉണ്ട് എന്ന് തോന്നുമെന്ന് എനിക്ക് കരുതുന്നില്ല.